ചില ക്രിസ്ത്യൻ നടന്നവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ നിയമജ്ഞരും അതുപോലെ തന്നെ പുരോഹിത പ്രമാണികളും ഈശോയോട് ചോദിക്കുകയാണ്, എന്തധികാരത്താലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് നിനക്ക് ആരാണ് അധികാരം നൽകിയത് ചോദിക്കുകയാണ്. ഈശോയോട് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ അതിന് ഉത്തരം പറയുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ആര് നൽകിയത്, ആരാണ് അധികാരം നൽകിയത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ്. ഈശോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്, സ്നാപയോനന്റെ ജ്ഞാനസ്നാനം ദൈവത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരം ലഭിക്കുന്നില്ല അല്ലെ. അതായത് വളരെ ഭയങ്കര എല്ലാം അറിയാം എന്ന് ഭാവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഈശോയോട് ഒരു കാര്യത്തെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇനി നീ ഇതും കൂടി ഒന്ന് പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ഭാവത്തില് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈശോ അവരെ വാക്കുമുട്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഈശോ അവരെ ഉത്തരം മുട്ടിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയാത്ത ചില രഹസ്യങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ള രീതിയിൽ ഈശോ അവരെ ഉത്തരം മുട്ടിക്കുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ സഭ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒരു വിനയത്തിന്റെ അല്ലെങ്കിൽ എളിമയുടെ ഒരു മനോഭാവമാണ്. ദൈവത്തിന് മുമ്പിൽ എല്ലാം അറിയാമെന്നും അല്ലെങ്കിൽ ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്നതാണ്. പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തില് പൗലോസിലെ ഇപ്രകാരം പറയുന്നുണ്ട്, അറിവ് അഹന്ത ജനിപ്പിക്കും, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ അറിവ് അഹന്ത ജനിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തിന് മുമ്പിൽ എളിമയോടെ വ്യാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി